എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമുക്ക് നോക്കാം, ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ്? ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസൊനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. ഈ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഈ വീഡിയോയിലും ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൺ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, യെസ്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആ ഒരു ഇഷ്ടം, നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തും, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്തും നിങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നിരിക്കാം, ആ വ്യക്തിയും വളരെയധികം സന്തോഷത്തിലായിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്നേഹം എന്താ പറയുക, തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടം, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം, അത് ശരിക്കും ഒന്ന് തുറന്ന് പറയാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്ന പോലെ മനോഹരമായിട്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് ആ വ്യക്തിക്ക് തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്നു പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് പറയുന്നത് പോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ള ഇഷ്ടം നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തിയും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. തുറന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ അത്രത്തോളം മനോഹരമായിട്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫീലിങ്സോ ഒന്നും തന്നെ മേ ബി നിങ്ങളോട് തുറന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറയണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഇനി ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാനൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറയണമെന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് ആ വ്യക്തി ആ പറഞ്ഞ കാര്യത്തിന്, അതായത് നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിന്, അതായത് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തിന് അത്രത്തോളം ഒരു പ്രാധാന്യമൊന്നും ആ വ്യക്തി കൊടുത്തിട്ടുണ്ടാവില്ല. മേ ബി ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ആ വ്യക്തി വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് മേ ബി ആ വ്യക്തി അതിനത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം
നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു പ്രാധാന്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നത് എന്ന് പറഞ്ഞ സമയത്ത് മേ ബി നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇനി പറഞ്ഞിട്ടില്ലെന്ന് വെച്ചോളൂ, ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോളൂ, പക്ഷേ അത് ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ ഇല്ല, അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം, അതായത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇനി ഒരു പുതിയ തുടക്കം, ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ മനോഹരമായ പുതിയ തുടക്കത്തിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്കും മേ ബി ആ ഒരു ഇഷ്ടം ആ വ്യക്തിയോട് ഉണ്ടായിരിക്കാം. അതായത് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രത്തോളം നിങ്ങളും ആ വ്യക്തിയെ മേ ബി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, മേ ബി. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം ഒരേപോലെ ഉണ്ടാവണം. അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ, മുൻപ് നിങ്ങൾ ആ വ്യക്തിയെ എത്രത്തോളം മനസ്സിലാക്കിയിരുന്നോ, മുൻപ് നിങ്ങൾ ആ വ്യക്തിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നോ, ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കും ആ വ്യക്തി എത്രത്തോളം പ്രാധാന്യം മുൻപ് നൽകിയിരുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നോ, അത്രത്തോളം തന്നെ ഇനിയും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സമയത്തും അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമ്പോഴും ആ ഒരു സ്നേഹവും ആ ഒരു ഇഷ്ടവും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടാകും എന്ന് ആ വ്യക്തിക്ക് അറിയാം. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്ടവും ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യവും നിങ്ങളും ആ വ്യക്തിക്ക് നൽകണം. എങ്കിൽ മാത്രമാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറിയിട്ട് കാര്യമുള്ളൂ. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി ഒരു പുതിയ തുടക്കം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾക്കും സന്തോഷമുണ്ടാകണം, നിങ്ങൾക്കും ആ വ്യക്തിയോട് ആ വ്യക്തിക്കുള്ള ഇഷ്ടം ഉണ്ടാവണം. ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് ആ വ്യക്തി എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ ആ ഒരു പ്രാധാന്യം നിങ്ങളും നൽകണം. അതുപോലെ നിങ്ങൾ നൽകുന്ന പ്രാധാന്യം ആ വ്യക്തിയും നൽകണം. അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ട് കാര്യമില്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടം തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ആ വ്യക്തിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അതിനു മുൻപ് ആ വ്യക്തി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളമാണോ അത്രത്തോളം സ്നേഹം ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യം നിങ്ങൾ നൽകുമോ ഇനിയും ആ വ്യക്തിക്ക് എന്നറിഞ്ഞാലാണ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നറിയണം. നിങ്ങളും
ഇപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളും ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പക്ഷേ അതേ സമയം തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതായത് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അതായത് ഈ റിലേഷൻഷിപ്പിൽ മുൻപ് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇനിയും ഉണ്ടാകണം, ഇനിയും അങ്ങോട്ടും ഉണ്ടാകണം. ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിൽ സ്റ്റെബിലിറ്റിയും ഉണ്ടാകണം. അതുപോലെ തന്നെ മുൻപിന് ഇല്ലായിരുന്നു എന്ന് വെച്ചോളൂ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ഇനി ഉണ്ടാകണമെന്ന് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് എന്നാണ്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഞാൻ പറയുകയും ചെയ്തു. ഇനി നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇനി നമുക്ക് ആ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, അതായത് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഇനി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് സത്യം പറഞ്ഞാൽ സ്റ്റെബിലിറ്റിക്ക് ആ വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റെബിലിറ്റി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ജീവിതത്തിലെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്നാണ്. അതായത് നിങ്ങളാണ് ആ പേഴ്സണ് മനസ്സിലാക്കി കൊടുത്തത്. ഒരാളുടെ ജീവിതത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും സ്റ്റെബിലിറ്റി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അതിന് എത്രമാത്രം പ്രാധാന്യം നൽകണം എന്ന് നിങ്ങളാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തത് എന്നുള്ളതാണ്. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും ഉള്ളത് കൊണ്ടാണ്, അതായത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ആ ഒരു സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് സ്റ്റെബിലിറ്റി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ ജീവിതത്തിലെന്ന്. അതായത് നിങ്ങൾ എത്രത്തോളമാണ് സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം നൽകുന്നത് അത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാളുടെ ജീവിതത്തിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ സ്റ്റെബിലിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത്. മേ ബി ആ വ്യക്തിക്ക് അത് മുൻപ് അറിയില്ലായിരുന്നു എന്നല്ല, ആ വ്യക്തിക്ക് മുൻപ് അറിയായിരുന്നു. പക്ഷേ എങ്കിലും ശരിക്കുള്ള ഒരു പ്രാധാന്യം ആ വ്യക്തി മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അതായത് നിങ്ങൾ എത്ര നന്നായിട്ടാണ് നിങ്ങളുടെ ജീവിതമായിക്കോട്ടെ കരിയറായിക്കോട്ടെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ ഒരു ബാലൻസ് നിങ്ങൾക്കുണ്ട്. എത്ര നന്നായിട്ടാണ് ആ ഒരു ബാലൻസിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ എത്ര നന്നായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ ആ സ്റ്റെബിലിറ്റിക്ക് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തെ കാണുന്നത്, അതിന് പ്രാധാന്യം നൽകുന്നത് എന്ന് ആ വ്യക്തിക്ക് അറിയാം. അത് കണ്ടിട്ടാണ് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത് ഓക്കെ, ആ വ്യക്തി വിചാരിക്കുന്നതിനേക്കാൾ ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റെബിലിറ്റി എന്ന് ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ്.
ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു എന്നല്ല, ആ വ്യക്തിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അതും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണമാണ്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം അതാണ്. അതേപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് സെൽഫ് ലവ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെന്ന് നിങ്ങളായിരിക്കാം ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്തത്. അതായത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞു കൊടുത്തു എന്നല്ല പറയുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം മനസ്സിലായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമാണ്. അതും ആ വ്യക്തി മനസ്സിലാക്കാൻ ഉള്ള കാരണം, സെൽഫ് ലവിൻ്റെ പ്രാധാന്യം ആ വ്യക്തി മനസ്സിലാക്കാൻ കാരണം നിങ്ങളാണ്. അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം അതും ആണെന്ന് പറയാം. അതായത് ഒരാളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, സെൽഫ് ലവ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ കാരണം നിങ്ങളാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അതായത് അതാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഒരാൾക്ക് മറ്റൊരാളെ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്രമാത്രം ഒരാൾക്ക് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയത് ആ വ്യക്തി അതായത് ഒരാൾക്ക് മറ്റൊരാളെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കും എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്നാണ്. അതായത് നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ വ്യക്തിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അതിനു മുൻപ് മേ ബി ആ വ്യക്തി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുമായിരുന്നിരിക്കാം, പക്ഷേ എപ്പോഴും ആ വ്യക്തിക്ക് അതിന് സാധിക്കാറില്ല. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ വിചാരിക്കുന്ന സമയത്ത്, അതായത് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ വ്യക്തി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മുൻപ് ചിന്തിക്കില്ലായിരുന്നു എന്നല്ല, പക്ഷെ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം, പ്രത്യേകിച്ച് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ വ്യക്തി കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ മോട്ടിവേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ആ വ്യക്തിയെ അറിഞ്ഞോ അറിയാതെയോ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും, നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ച പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ ഒരു മോട്ടിവേഷനായിരുന്നു. അതായത് മേ ബി നിങ്ങൾ ആ വ്യക്തിയോടൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ വെറുതെ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിലും ആ വ്യക്തിയുടെ ജീവിതത്തിലും, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ കരിയറിൽ ഒരു മോട്ടിവേഷനായി എന്നുള്ളതാണ്. വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ആ വ്യക്തിക്കൊരു മോട്ടിവേഷനായി എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ, അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കൊടുത്ത ഒരു മോട്ടിവേഷനാണ് കാരണമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. മേ ബി നിങ്ങളതൊരു മോട്ടിവേഷനായിട്ടൊന്നും കാണുന്നുണ്ടാവില്ല. മേ ബി നിങ്ങൾക്കറിയില്ലായിരിക്കാം നിങ്ങൾ ഇത്രത്തോളം ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ആ വ്യക്തിക്കതറിയാം. മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ എന്താ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്ത്, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിക്ക് നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും, പല നല്ല നല്ല കാര്യങ്ങളും, നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. ആ നല്ല നല്ല കാര്യങ്ങൾ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ടായി നിങ്ങളുടെ മോട്ടിവേഷനിലൂടെ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. മേ ബി ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ എപ്പോഴാണ് ഇത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഓരോ നല്ല നല്ല കാര്യങ്ങളും ആ വ്യക്തിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ പറഞ്ഞ ഓരോ നല്ല നല്ല കാര്യങ്ങളും ഒരു മോട്ടിവേഷനായി മാറി എന്നുള്ളതാണ്. എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള
പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമാണ് എന്ന് പറയാം. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അതാണ് എന്ന് പറയാം. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ്. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് അത് ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് കോൺഫിഡൻസ് കിട്ടിയെന്നല്ല, നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അതായത് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കൂടാൻ കാരണം, ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളാണ് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നെനിക്കറിയില്ല. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഈ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം, മേ ബി നിങ്ങൾ കുറച്ച് പൊസസീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരുപാടല്ല കേട്ടോ, കുറച്ച് പൊസസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ മേ ബി ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം, ആ വ്യക്തിക്ക് കുറച്ചൊരു പൊസസീവ്നെസ് ഉണ്ടായിരിക്കാം. ഒത്തിരി അല്ല, പക്ഷെ കുറച്ചൊരു പൊസസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാമെന്നാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും കുറച്ച് പൊസസീവ്നെസ് ഉള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചൊരു പൊസസീവ്നെസ് ഉണ്ടായിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഒത്തിരി അല്ല, കുറച്ചൊരു പൊസസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. പക്ഷേ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.